എല്ലാവർക്കും ഒരു നമസ്കാരം. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. ഇപ്പോഴാ പനിയൊക്കെ ഒന്ന് മാറി അത്യാവശ്യം ഒന്ന് റെഡി ആയത്. ഇതിപ്പം തണുപ്പ് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു. മഞ്ഞ് ഇന്ന് മുതൽ വീണ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂടെ കണ്ടപ്പോഴത്തേക്കിന് നല്ല വിശപ്പുമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു നാട്ടിലെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ ഈ ലേക്കിൽ കിട്ടുന്ന ഷൂക്ക എന്ന് പറയുന്ന മീനുണ്ട്. അപ്പോൾ അത് വെച്ചൊരു മീൻകറി ഉണ്ടാക്കാം. അതുപോലെ ഒരു പയറും കൂട്ടത്തിൽ നമ്മുടെ പയറ് കറി എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ കഞ്ഞിയും പയറും ഉണ്ടായിട്ടുണ്ട്. ആ പയറ് നമ്മുടെ ചെറിയ പയറ്, ചെറുപയറ്, പച്ചപ്പയറ് അതും പിന്നെ അതുപോലെ തന്നെ ഒരു 2-3 നാട്ടിൽ നിന്ന് പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പപ്പടവും പൊള്ളിച്ച് കുറച്ച് ചോറും വെച്ച് പിന്നെ തൈരുണ്ട്. തൈരല്ല നമ്മുടെ മോരുണ്ട്. അപ്പോൾ അത് കൂട്ടിയിട്ട് ഒരു പടപടയ്ക്കാലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. പുറത്ത് നല്ല രീതിയിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. ഇപ്പം ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അതല്ല കണ്ടോ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന. ഇനി മഴയുണ്ടാവും. കുറച്ച് കഴിയുമ്പോഴത്തേന് മഴ പെയ്യും. നോക്കട്ടെ, പറ്റിയാൽ പുറത്തേക്കൊന്ന് പോവാം. അത് നല്ലൊരു മുളകാണ് ഞാനിവിടെ നട്ടേക്കുന്നത്. നമ്മുടെ സാധനങ്ങളൊക്കെ വളരെ എന്താ പറയുക, കുറവായിട്ടേ സാധനങ്ങൾ ഇവിടെ കിട്ടത്തുള്ളൂ. കരിവേപ്പില നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതുണ്ട്. അത് ഞാൻ ഫ്രീസറിനകത്ത് എടുത്ത് വെച്ചേക്കുക. അതിനകത്ത് നിന്ന് എടുക്കുക ചെയ്യുക. അതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവുള്ളൊരു മുളകാണ്. നൈസായിട്ട് പാട്ടൊക്കെ കേട്ട് കുക്ക് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളിത് ഈ 2 പീസ് ഷൂക്കയാണ് ഇപ്പോൾ മീൻ കറിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. ഇതൊരു 4 കിലോ ഉള്ള മീനാണ്. അതിൻ്റെ ഒരു തലയുടെ അവിടുത്തെ ഒരു ഇതും പിന്നെ സെൻറ്റർ ഒരു വയറിൻ്റെ ആ ഭാഗത്തോട് ഇതോടെ കൂടിയിട്ട് 2 പീസ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു മീൻ കറി പടയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. മീനെല്ലാം കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കട്ടെ. അതുപോലെ തന്നെ പയറ് വെള്ളത്തിൽ കുതിർത്ത് ഇന്നലെ രാത്രിയിലിട്ടേ അതെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇനി ഒന്നുകൂടെ കഴുകി കാര്യങ്ങളൊന്ന് കുക്കറിലിട്ട് പടപടിയെന്ന് പറഞ്ഞ് അടിച്ച് സംഭവം സെറ്റാക്കി എടുക്കണം. പുറത്തിങ്ങനെ നല്ല മഞ്ഞും കാര്യങ്ങളും ഒക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. ഇനി 2 മാസം കൂടെ കഴിയുമ്പോഴത്തേന് ഫുള്ള് വൈറ്റ് ആയിരിക്കും. ഫുള്ള് മഞ്ഞ് വീണിട്ട് ഒരു രക്ഷയുണ്ട്. അതിൽ ഫുള്ള് വെള്ളം. പിന്നെ നമ്മുടെ ഐസ് ഫിഷിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ആവും. വീഡിയോസ് കാര്യങ്ങൾ വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ പയർ ഫസ്റ്റ് വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ കൃഷി ചെയ്തെടുത്ത നമ്മുടെ വെളുത്തുള്ളിയാണിത്. ഇത് തുറന്നു കൊടുക്കാം. കുക്കറിനകത്തിട്ട് റെഡി. കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഉള്ള സാധനങ്ങൾ വെച്ച് പരിമിതമായ സാധനങ്ങൾ വെച്ചിട്ട് ഒരു പട. അതാണ് നമ്മുടെ ഉദ്ദേശം. അതേ നടക്കത്തുള്ളൂ ഇവിടെ. ഇത് ഞാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കരിവേപ്പിലയാണ്. നിങ്ങൾ ആരെങ്കിലും കരിവേപ്പില കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല രീതിയിൽ പാക്ക് ചെയ്ത് കഴുകി വൃത്തിയാക്കി ഇലയെല്ലാം കൊണ്ടുവന്നിട്ട് നേരെ കൊണ്ടുവന്ന് ഫ്രീസറിനകത്തോട്ട് എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് ആവശ്യമുള്ളപ്പോൾ പുറത്തെടുക്കുക. സംഭവം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സംഭവം പുറത്തെടുക്കുക ചെയ്യുക. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു പച്ചപ്പ് കിട്ടും. ഇവിടെ ഓസോണിലും വൈൽഡ് ബെറീസിനും സംഭവം കിട്ടും. പക്ഷെ അത് ഉണക്കുകയല്ല. അതിനൊരു എന്താ പറയുക, നമ്മുടെ ആ ഒരു അരോമാറ്റിക് സ്മെല്ലില്ല. ഇതിന് കറക്റ്റ് നമ്മുടെ കരിവേപ്പിലയുടെ സ്മെല്ല്. കാരണം നമ്മൾ കൊണ്ടുവന്നേരെ ഫ്രീസറിനകത്ത് കയറ്റിയതല്ലേ. അതുകൊണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആയിട്ടുണ്ടാവും. പിന്നെ വെളുത്തുള്ളി ചതച്ച് നമ്മുടെ പയറിന് വേണ്ടിയിട്ടാണ്. ഞാനീ പറഞ്ഞിട്ട് വലിയ കുക്കൊന്നുമല്ല. ഞാനിപ്പോഴും എന്തെങ്കിലും ഇതുകൊണ്ടേ മമ്മിയെ വിളിച്ച് ചോദിക്കുന്ന അവസ്ഥയാണ്. മമ്മി എന്താ ഇതിനുള്ള കാര്യം ഇടേണ്ടതെന്നൊക്കെയുള്ള സംഭവമൊക്കെ. നമ്മുടെ ഈ കുറച്ച് ഇൻഗ്രീഡിയൻസ് അത് വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക, നമുക്കൊരു നാട്ടിലെന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കാൻ തോന്നുമ്പോഴത്തേക്കിനും ഇടയ്ക്ക് എപ്പോഴെങ്കിലും കേട്ട് ഞാൻ ആഴ്ചയിലോ മാസത്തിലോ എപ്പോഴെങ്കിലും എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കാൻ തോന്നിക്കഴിഞ്ഞാൽ അതുപോലെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇവിടുത്തെ റഷ്യൻ ഫുഡാണ് മിക്കവാറും എല്ലാം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും മെയിനായിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വരണം. മറ്റേ നമ്മുടെ മുളക് പൊടി വേണ്ട, അതിന് പകരം പാപ്രിക്ക എന്ന് പറയും. നമ്മുടെ ഈ സാധനം ഇതിൻ്റെ കൂടുതൽ കുറച്ച് കുരുമുളക് പൊടി കൂടി കിട്ടാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ വറ്റലമുളക് മേടിക്കാൻ കിട്ടും ഓൺലൈനിൽ. അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ മല്ലിപ്പൊടി ഇതാണ് നമ്മുടെ മാഗ്നറ്റിലും പിച്ചുവേർസ്കയിലും ഏകദേശമുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ മല്ലിപ്പൊടി കിട്ടും. അതും അത്രയും വെയിറ്റ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ കൊണ്ടുവരുമായിരുന്നു. ഞാനിപ്പം ഇത് വലിയ കുഴപ്പമില്ല, നമുക്ക് ഉപയോഗിക്കാം. ഒത്തിരി കുറേ വാരിയിടലെന്നേ ഉള്ളൂ. ഒത്തിരി വാരിയിട്ട് കഴിഞ്ഞാൽ ഒരു കട്ട ഇതിൻ്റെ ഒരു ചുവ വരും. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ മസാലകളാണ് കൊണ്ടുവരും. സാമ്പാർ മസാല, പിന്നെന്താണ് ബീഫ്, ഫിഷ്, ഇത് നമ്മുടെ മീറ്റ് മസാല, അവിടെ ഒരു പാപ്രിക്ക ഉണ്ട്, പിന്നെ ഇത് മഞ്ഞൾപ്പൊടി. അത്യാവശ്യം ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു പെട. ഞാനിവിടെ ചോറ് വെക്കാൻ വേണ്ടി മേടിക്കുന്ന ഈ അരിയാണ്, തായ്ലൻഡുകാരുടെ. ഞാൻ പല കമ്പനിയുടെയും ട്രൈ ചെയ്തു, പക്ഷേ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത അരിയാണ്. നമ്മുടെ നാട്ടിലെ ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കഞ്ഞി കുടിക്കാൻ വേണ്ടി അടിപൊളിയാണ്, ചോറിനും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മേടിക്കുക. ഇതങ്ങാണ്ട് 900 ഗ്രാമങ്ങണ്ട. അതെ, 900 ഗ്രാം 160 രൂപ സംതിങ് ആണ് ഇതിൻ്റെ വില വരുന്നത്. പല സൂപ്പർ മാർക്കറ്റിൽ പല റേറ്റ് ആയിരിക്കും. നിങ്ങൾ മേടിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക.
അങ്ങനെ നമ്മുടെ മീൻകറി വെക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇരിക്കുന്നതൊക്കെ. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾ വരുമ്പോഴത്തേക്കിന് ഏകദേശം സാധനങ്ങളെല്ലാം നാട്ടിൽ നിന്ന് കൊണ്ടുവരിക. ഇവിടെ ഒരു സാധനവും കിട്ടത്തില്ല. ആഹ് ഇത് ഉലുവ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നതാണ്. അതുപോലെ തന്നെ സവാള, കരിവേപ്പില, കുറച്ച് മുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഇത് ഇവിടെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിക്കാൻ പോകണമെങ്കിൽ നല്ല റേറ്റാണ്. ഇതിൻ്റെ പൊടി കൊടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിന് ഇച്ചിരി റേറ്റ് കുറവുണ്ട്. പിന്നെ അത് കുടംപുളിയാണ്. അതും ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മുടെ മീൻ കഴുകിയെല്ലാം വെട്ടി വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അതുപോലെ നാട്ടിൽ നിന്ന് നിങ്ങൾ പപ്പടം കൊണ്ട് ഏകദേശം ഒരു 400 രൂപ മുടക്കി കഴിഞ്ഞാൽ 300 പപ്പടം കിട്ടും. ഈ സാധനം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് നേരെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുക. ഫ്രീസറിനകത്തല്ല, ഫ്രിഡ്ജിനകത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോഴത്തേക്കിനും ഒരു ഉണ്ടാക്കേണ്ട സമയമാകുമ്പോൾ ഒരു 10-20 മിനിറ്റ് മുമ്പേ സാധനം എടുത്ത് പുറത്തെടുത്ത് വെച്ചിട്ട് ഉണ്ടാക്കി. ഇത് എന്തേ കഴിഞ്ഞ ദിവസം പനിയായതുകൊണ്ട് പപ്പടമൊക്കെ പൊള്ളിച്ച് കഞ്ഞിയൊക്കെ കുടിച്ച്. പിന്നെ അതുപോലെ തന്നെ കുക്കർ, പാത്രങ്ങൾ ഇവിടെ വളരെ കുറവാണ്. കുക്കർ, ഒരു ചീനിച്ചട്ടി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ലതാണ്. അതുപോലെ നമ്മുടെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുക്കറിന് മുകളിൽ വെക്കുന്നതുണ്ട്. അതെൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. പക്ഷേ അതിൻ്റെ പൊടി എനിക്കിവിടെ കിട്ടുന്നില്ല. നല്ല ഗോതമ്പ് പൊടി കിട്ടുന്നില്ല. അത് കാരണം ഞാനിപ്പം അത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയായിരുന്നു. പുള്ളി പറഞ്ഞ നല്ല ടേസ്റ്റാണ്. തേങ്ങ കിട്ടും. തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണ്. ക്യാരറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പുട്ടുണ്ടാക്കുമ്പോഴത്തേന് അതിനിടയിൽ ക്യാരറ്റ് ഇട്ടാൽ മതി. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് അങ്ങനെ ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് ഈ മീൻകറി പരിപാടിയിലോട്ട് ഇനി എടുത്ത് കിടക്കാം. നമ്മുടെ പയറൊക്കെ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട്. തേങ്ങ ഇട്ടൊക്കെ വെക്കണമെന്നുണ്ട്. പക്ഷേ തേങ്ങയ്ക്ക് വില ആയതുകൊണ്ട് തൽക്കാലം ഇതൊക്കെ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് സംഭവം റെഡിയാക്കാം. ഞാൻ അത് നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ വരുമ്പോഴത്തേക്കിന് മെയിനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൊണ്ടുവരിക. മസാലകൾ, അതുപോലെ തന്നെ പാത്രങ്ങൾ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ സെറ്റാക്കി ഇവിടെ എപ്പോഴും ഒന്നും കഴിച്ചില്ലെങ്കിലും എപ്പോഴെങ്കിലും നമ്മുടെ നാക്കും വയറും ഒക്കെ ചോദിക്കത്തില്ല, ഇച്ചിരി എരിവുള്ള താടാവുകയെ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കൊടുക്കണ്ടേ. അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. നമ്മുടെ സാധനങ്ങളൊക്കെ നല്ല നൈസായിട്ട് ഇട്ട് തുടങ്ങാം. ഇഞ്ചി, വെളുത്തുള്ളി, മുളക്, കരിവേപ്പില എല്ലാം പടപടയെന്നോട്ട് അങ്ങോട്ട് ഇടുക. വലിയ പണിയെടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. ഞാൻ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നതല്ല. എനിക്ക് ഈ വെയിറ്റ് ചെയ്യുന്നതിനോട് തീരെ താല്പര്യമില്ല. പടപടയെന്നുള്ള പരിപാടി തീർക്കുക. ഒരു മെയിൻ കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കിന് എപ്പോഴും കിച്ചണിലെ ജനൽ തുറന്നിടുക കേട്ടോ, അല്ലെ ഇതിനകത്ത് സ്മെല്ല് നിൽക്കും. അത് തുറന്നിടാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജാക്കറ്റ് കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ അലമാരിക്കകത്ത് എപ്പോഴും എടുത്ത് അടച്ച് അലമാര ക്ലോസ് ചെയ്ത് വെക്കുക. അത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അറിയോ, ഈ നമ്മുടെ ഈ സ്പൈസസിൻ്റെ നമ്മുടെ ഈ എന്താ പറയുക മസാലയുടെ സ്മെല്ലല്ലോ ഇവിടെ ചെന്നിട്ട് നമ്മുടെ ജാക്കറ്റിലോട്ട് ചെന്ന് പിടിക്കും. പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പബ്ലിക്കിൻ്റെ അടുക്കലോട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഈ സ്മെല്ല് അടിക്കുന്നത്. എത്ര സ്പ്രേ അടിച്ചാൽ ഈ സാധനം നിൽക്കത്തില്ല. ഇനിയൊരു സ്റ്റോക്ക് ഉണ്ട് ഓൾറെഡി നമുക്ക് ആൾക്കാർക്കിടയിൽ. കാരണം ഇന്ത്യക്കാർ പുറത്തിറങ്ങുമ്പോഴത്തേന് ഇവരുടെ ഡ്രസ്സിനൊക്കെ ഭയങ്കരമായിട്ട് സ്പൈസസിൻ്റെ സ്മെല്ലുണ്ടെന്നുള്ളൊരു കാര്യം അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമുക്കറിയാൻ വയ്യാത്ത സ്ഥലമാണ്, അറിയാൻ വയ്യാത്ത നാടാണ്. എനിക്കും ഇത് ആദ്യം അറിയത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കാലക്രമേണ വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇന്ന പോലെ ഇവർക്ക് താല്പര്യമില്ല. അപ്പോൾ നമ്മളോട് ആൾക്കാർ തുറന്ന് പറയും ചെയ്തു, എൻ്റെ ജാക്കറ്റിന് നല്ല സ്മെല്ലുണ്ട്. അപ്പോൾ നമ്മളത് മനസ്സിലാക്കുക. ശരിയാണ്, ഓക്കെ. നമ്മളപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജാക്കറ്റ് കാര്യങ്ങൾ ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ അലമാരയ്ക്കകത്തെടുത്ത് അടച്ചു വെച്ചതിന് ശേഷം മാത്രമേ കുക്ക് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഇതിൻ്റെ സ്മെല്ല് കാര്യങ്ങൾ നമ്മുടെ ഡ്രസ്സിനകത്ത് പിടിക്കും. ഇവിടെ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളോടൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ മീൻകറിയുടെ സാധനങ്ങൾ ഏകദേശം സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മെല്ലെ നൈസായിട്ട് മീനിട്ട് കൊടുക്കാം. മീനൊക്കെ എല്ലാം വെട്ടിക്കഴുകിയെല്ലാം സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളൂ. ഈ പറഞ്ഞതിൻ്റെ കൂട്ട് അന്യ നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതൊക്കെ ഉള്ളൂ. എന്താ പറയുക, നമ്മളൊരു ഫുഡ് കഴിക്കാൻ തോന്നി കഴിയുമ്പോഴത്തേക്കിന് ഇത്. പിന്നെ ഒരു വട്ടം ഞാൻ നല്ലൊരു ഫുഡ് കഴിച്ചെന്ന് പറയുന്നത് മോസ്കോയിൽ വന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നല്ല റേറ്റാണ്. അല്ലാതെ ഞാൻ പോയി കഴിച്ച നമ്മുടെ കേരള സെൻറ്ററിലെ ചേട്ടന്മാരുണ്ട്. ഒരു 4-5 വർഷമെങ്കിലും ആയിട്ടുണ്ട് ഞാൻ അവരുടെ അടുത്ത് പോയിട്ട് നികേഷ് ഏട്ടൻ, അതുപോലെ തന്നെ എല്ലാവരുടെ പേര് പെട്ടെന്ന് ഓർക്കുന്നില്ല. അതുപോലെ സാന്റപ്പൻ അല്ലല്ലോ, സാന്റപ്പൻ. പുള്ളി ഇപ്പം യൂറോപ്പിൽ എവിടെയാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂട്ടത്തിൽ അവിടെ പോയിരുന്നു. നല്ല ബിരിയാണി, നല്ല എന്താ പറയുക കണ്ണൂർ സ്റ്റൈൽ ബിരിയാണി. ഒരു 2 പ്ലേറ്റ് ബിരിയാണി അവിടെ ഞാൻ കഴിച്ച്. നമ്മുടെ അന്യനാട് വിട്ട് നമ്മളിവിടെ വരുമ്പോഴത്തേക്കിനാണ് ഈ പറഞ്ഞ രീതിയിലുള്ള ഈ ഭക്ഷണത്തിനോടുള്ള ഒരു വല്ലാത്തൊരു ഇത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ മെയിനായിട്ട് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവരിക. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഫുഡൊന്നും പിടിക്കാതെ വരും ആദ്യ കുറേ കാലഘട്ടങ്ങളിൽ. പിന്നെ ഇതുമായിട്ട് നമ്മൾ ഇണങ്ങി ചേരാൻ വേണ്ടി
എടുക്കുന്ന ഒരു ടൈം. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി തോന്നി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നമ്മൾ യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഫുഡ് വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കിന് ടെൻഡൻസി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതുകൂടിയൊക്കെ ഒന്ന് നോക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയാണ്. മഞ്ഞ് മാറി മഴയാണ്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് വീണ്ടും മഞ്ഞ് വീഴും. ഞാൻ വല്ല കുക്കൊക്കെ ചെയ്തെല്ലാം സെറ്റാക്കി നൈസാക്കട്ടെ പരിപാടി കാര്യങ്ങളൊക്കെ. ഏകദേശം എല്ലാ സാധനങ്ങളും റെഡിയായി. പയറ് റെഡിയായി, ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്, ചോറ് ഊറ്റാൻ വേണ്ടിയുള്ള സാധനം കാര്യങ്ങളൊക്കെ. അതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കുക്കർ മെയിനായിട്ട് കൊണ്ടുവരണം, ഒരു ചീനിച്ചട്ടി. അതൊക്കെ നല്ല കാര്യമാണ്, അതൊക്കെ നമുക്ക് ഗുണം ചെയ്യും. ഉരുളി ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊളി, നല്ല ബീഫൊക്കെ നമുക്ക് പടക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി, പയറ്, തൈര് റെഡി ആയിട്ടുണ്ട്. പപ്പടം ഞാൻ പൊള്ളിച്ചില്ല, കാരണം ഇത്രയും മതി. ഇത് പിന്നെ ഇതിൽ കൂട്ടായിട്ട് വെറുതെ പപ്പടം കൂടെ പൊള്ളിച്ച് കളയണ്ട, ആവശ്യമുള്ളപ്പോൾ എടുക്കാമല്ലോ. ഇല്ല നമ്മൾ എന്താ പറയുക, എല്ലാം എടുത്തിട്ട് ചിലവാക്കി കഴിഞ്ഞാൽ പിന്നെ കാണത്തില്ല. അതുകൊണ്ട് പപ്പടം ഇവിടെ കിട്ടാത്തതുകൊണ്ട് ഞാൻ വിരച്ചുന്ന പപ്പടം വേണ്ടി ഇത്രയും സാധനമുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞാൻ നൈസായിട്ടൊന്ന് ചോറ് കഴിക്കട്ടെ. എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ മലയാളി എന്നൊരു നിലയ്ക്ക് രണ്ടെണ്ണം അടിക്കാതെ എങ്ങനെ കഴിക്കുക. അതുകൊണ്ട് ഒരു റഷ്യൻ വോഡ്ക, താൽക്ക എന്നാണ് ഇതിൻ്റെ പേര്. അവിടെ ഏകദേശം എല്ലാ മാഗസീനുകളിലും എല്ലാ ഷോപ്പുകളിലും ഈ സാധനം കിട്ടും. അപ്പോൾ ഒരു 10 ml അടിച്ചിട്ട് ഫുഡ് കഴിക്കാം, എന്നാൽ അതിൻ്റെ ഒരു രാജകീയ പ്രൗഢി കാണത്തുള്ളൂ. ഇവിടെ എല്ലാം ഷോർട്ട് ഗ്ലാസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും ജയ് ജവാൻ ജയ് കിസാൻ. കഴിച്ചു നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെന്ന് പറയാം, എന്താ അവസ്ഥ എന്നുള്ളതായിരുന്നു. പക്ഷെ നന്നായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം. കുറച്ച് മീനും ഇതിനിടെ, ഈ മാംസത്തിനിടെ കുറച്ച് മുള്ളുണ്ടായിരിക്കും, പക്ഷേ നല്ല മാംസമാണ്, നല്ല വൈറ്റ്, നല്ല മാംസമാണ്. കുറച്ച് പയറും കുറച്ച് തൈരും കൂട്ടിയിട്ട് ഒരു ചെറിയൊരു ഉരുള. പൊളിയായിട്ടുണ്ട് സാധനം. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണോ ഇനി കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മനസ്സിലായോ? നമുക്ക് നല്ല കുറച്ച് വ്യൂവേഴ്സിനെയാണ് ആവശ്യം. ഞാൻ മുന്നോട്ടേക്ക് വീഡിയോ കാര്യങ്ങളില്ല, ചുമ്മാ നമ്മൾ വെറുതെ നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു പ്രയോജനമില്ലല്ലോ. നിങ്ങൾക്ക് എന്നെ കാണാനും റഷ്യനെക്കുറിച്ചുള്ള അറിവ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ അറിയാനും എടുക്കാനും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്ത് കാണുക എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി ഇടുക, മനസ്സിലായി? വേറെ വീഡിയോ കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യണം. മെയിനായിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം വളരെ കുറവാണ്. ഇതേപോലത്തെ ചെറിയ ചെറിയ എൻ്റെ ഫിഷിംഗ് വീഡിയോ, ഇവിടുത്തെ ഫുഡ്, ഇവിടുത്തെ ലൈഫ്, പിന്നെ ഈ വിസയുടെ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ വിസ, ടൂറിസ്റ്റ് വിസ, മറ്റേ 1 മാസത്തെ, മനസ്സിലായോ, ബിസിനസ് വിസ, ഈ പറഞ്ഞ വിസകളിലൊന്നും കയറി വരാതിരിക്കുക. ഇല്ലീഗേഴ്സായിട്ട് വന്ന് പെട്ടുപോകത്തുള്ളൂ. അതുപോലെ 3 കൊല്ലത്തെ ഓപ്പൺ വിസ എന്ന് പറഞ്ഞുകൊണ്ട് ഇല്ലീഗേഴ്സായിട്ട് കൊണ്ടുപെടുത്തുന്ന ആ ഒരു വിസ, അതിലൊന്നും വരാതിരിക്കുക. എൻ്റെ പഴയ വീഡിയോ കാര്യങ്ങളിലുണ്ട്, ഞാൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാര്യങ്ങളൊക്കെ നോക്കാവുന്നതാണ്. പിന്നെ അത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കണ്ടതിനും എടുത്തതിനും നന്ദി, നമസ്കാരം.